So hi, my name is Meenakshi. So welcome to my YouTube channel, Unfiltered by Mia. Mia in the nickname Anna. So that's why Unfiltered by Mia. So this is a place, this is a platform, this is a channel where my life is gonna be shown raw, unfiltered, real, the real me. സോ ഇങ്ങനൊരു ചാനൽ തുടങ്ങണം എന്നൊന്നും ഒരിക്കലും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നൊരു കാര്യമല്ല. എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് എപ്പോഴെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് എനിക്ക് അത്രയും സ്കിൽഡ് ആണോ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ ഇറ്റ്. ഇപ്പോൾ മേ ബി ഐ ഫീൽ ലൈക്ക് നമ്മൾ പറയില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട്. സോ എനിക്ക് തോന്നി ഇപ്പം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതിലൂടെ വ്ളോഗിങ് ചെയ്യാം. മേ ബി ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ആൻഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും, വാട്ട് ഇഫ് ഇറ്റ് ഇൻസ്പയർസ് അതേഴ്സ് ആൻഡ് മേക്സ് അതേഴ്സ് സ്മൈൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതിലൂടെ പറ്റുമെങ്കിൽ then why not start a YouTube channel? So that was the first question in my head, and I വിചാരിച്ചു okay fine, let me start. So അങ്ങനെ എൻ്റെ നാട് ബേസിക്കലി ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ ട്രിവാൻഡ്രം കാര്യമാണ്. പഠിച്ചതും വളർന്നതും ഒക്കെ. ഞാൻ പഠിച്ചത് ഹോളി ഏഞ്ചൽസ് ISC നന്ദങ്കോടുള്ളൊരു സ്കൂളാണ്. പിന്നെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ചെയ്തത് ഓൾ സയൻസ് കോളേജിലാണ്. പിന്നെ ടോക്കിംഗ് അബൌട്ട് മൈ പ്രൊഫഷൻ, ഞാൻ പ്രൊഫഷണലി മോഡലിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പുറകിൽ കുറച്ച് പിക്ചേഴ്സ് കാണാം. അതൊക്കെ ഞാൻ ചെയ്ത കുറച്ച് മോഡലിംഗ് ഇതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് മാത്രം വെച്ചിട്ടുണ്ട്. 9 വർഷം ചെയ്യാൻ തുടങ്ങിയിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ. സോ അങ്ങനെ. പിന്നെ പാജൻസ് ചെയ്യുന്നുണ്ട്. പാജൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പം നമ്മളൊരു ഒരുങ്ങി കെട്ടി ചെന്ന് നിന്നിട്ട് ഭംഗിക്ക് കൊടുക്കുന്ന ഒരു ക്രൗൺ അല്ല. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പേഴ്സണാലിറ്റി ഗ്രൂമിങ്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 26 നാഷണൽസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മെയിൻ സ്ട്രീം പാറ്റേൺസ് തന്നെയാണ്. നമ്മളെപ്പോഴും ഞാൻ എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ്, പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു സാധനം നോക്കുമ്പോൾ ഫോക്കസ് ഓൺ ദ മെയിൻ സ്ട്രീം പാറ്റേൺസ് എന്നിട്ടേ കാര്യമുള്ളൂ. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഫ്രോം മിസ്റ്റർ ട്രിവാൻഡ്രം ആയിരുന്നു, മിസ് കേരള. സോ നമ്മളെപ്പോഴും അടുത്ത മിസ് ഇന്ത്യ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നോട്ട് ജസ്റ്റ് ഫോർ ദ ക്രൗൺ, ബിക്കോസ് ഇറ്റ് ഓൾവേസ് കംസ് വിത്ത് എ പേർപ്പസ്. ഈ ഒരു ഫീൽഡിൽ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ഓൾ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമറിനോ, ഒരിക്കലും അല്ല. നമ്മൾ ഒരു ബ്യൂട്ടി ക്വീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മെയിൻ സ്ട്രീം പാരൻസിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യം, നമുക്ക് പ്രോജക്ട്സ് ടേക്കപ്പ് ചെയ്യാം, അത് നമുക്ക് വില്ലേജ് കമ്മ്യൂണിറ്റീസിൽ കൊണ്ടുവരാം, അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണലി നമുക്കത് ഇത് ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു പേർപ്പസും ഒരു മോട്ടോ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പാജൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗ്രൂമറും കൂടെയാണ്. ഞാനൊരു വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞാൻ ഒരു നാഷണൽ ലെവൽ ഗ്രൂമറാണ്. സ്റ്റുഡൻസ് പിന്നെ പാജൻ്റ് ഗ്രൂമിങ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സോ 9 years of experience, 26 national pageants and 10+ titles. സോ ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് ബെസ്റ്റ് മോഡൽ ഓഫ് ദി ഇയർ ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് മറ്റൊരാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതല്ലേ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ ദാറ്റ്സ് വൈ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഗ്രൂമിങ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ മേക്കിംഗ് മണി, ബട്ട് ഗ്രൂമിങ്ങിലൂടെ യു ജസ്റ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിൽ ഗ്രൂമിങ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അതിൽ നമ്മൾ ഒരുപാട് പേഴ്സണാലിറ്റി ചേഞ്ച്, നമ്മുടെ ദ വേ യു വാക്ക്, ദ വേ യു ടോക്ക്, അതിലൊരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു പ്രൊഫഷണൽ ഗ്രൂമിങ് ഞാൻ കൊടുക്കാറുണ്ട്. ബട്ട് ഐ വാസ് നോട്ട് ട്രെയിൻഡ് എനിവേർ. ഞാൻ ജസ്റ്റ് സെൽഫ് ട്രെയിൻഡ് ആയിരുന്നു. ഫെയിലിയേഴ്സ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും പഠിച്ച തെറ്റുകൾ എന്താണ് നോട്ട് ഡൗൺ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ഇംപ്രൂവൈസ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്.
പക്ഷെ കുറച്ചുകൂടെ എളുപ്പമാക്കി കൊടുക്കാൻ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു. സോ ഇനിയിപ്പം ഒരുപാട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സർവീസാണ്. സോ അങ്ങനെ ഒരു ഇതിലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറയാത്തൊരു കാര്യം, ഞാനൊരു IT പ്രൊഫഷണലും കൂടെയാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ വേറൊരു വ്ളോഗിൽ ഞാൻ പറയാം. സോ ഇതാണ് ബേസിക്കലി കറൻ്റ്ലി എന്നെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രോ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലാകെ വളരെ ഒരു പ്രൈവറ്റ്, ഞാൻ ഒരുപാട് പ്രൊഫഷണൽ ഫ്രണ്ട്സ് ഉള്ള ആളാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട്സ് ലൈക്ക് എനിക്ക് 4-5 പേര് മാത്രമേ ഉള്ളൂ. വളരെ വളരെ ഒരു പ്രൈവറ്റ് സർക്കിളുള്ളൊരു പേഴ്സണാണ് ഞാനങ്ങനെ ഒരുപാട് ലൈഫിന് എനിക്കങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ചില ഹാപ്പി മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമാണ്. വാട്ട് ഇഫ് ഇറ്റ് ഇൻസ്പയർസ് അതേഴ്സ്, അങ്ങനെയുള്ളൊരു ഇതിലാണ്. അപ്പോൾ പക്ഷെ കംപ്ലീറ്റ്ലി അൺഫിൽറ്റേർഡ് ആയിട്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ വന്നിരുന്ന് മേക്കപ്പൊക്കെ ഇട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഫഷണൽ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, സത്യമാണ്. മേക്കപ്പ് ഒരുപാട് ചെയ്തിട്ടില്ലാണ്. പക്ഷെ സെൽഫായിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ആകെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം വെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ അത് ഒന്നും ഡള്ളായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ മേക്കപ്പിൻ്റെ ആവശ്യം ഒന്നാമത്തെ കാര്യം, എനിക്ക് മേക്കപ്പ് അധികം ഇട്ട് കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല. അത് ചെയ്തെന്ന് ചില ഫേസിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം അത്രയും നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. ബേസിക്കായിട്ട് അറിയില്ല. പിന്നെ മടിയാണ് മേക്കപ്പ് ചെയ്യാൻ. സോ ഇങ്ങനെ തന്നെ സ്കിന്നിനെ വിട്ടേക്കുകയാണ്. അങ്ങനെ അപ്പോൾ എനിക്ക് വന്നിരുന്നിട്ട് ഈ പലരുടെ നിന്നും എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു കാര്യമാണ്. പല വ്ളോഗേഴ്സിൻ്റെ നിന്നും ലൈക്ക് എന്താ പറയുക, നമ്മളങ്ങനെ ഒരുങ്ങി വരുന്നതിലല്ല കാര്യം. നമ്മളെന്താണോ യു ആർ ജസ്റ്റ് എക്സ്പ്രസിങ് യുവർ സെൽഫ് ആസ് ഇറ്റ് ഇസ്, ലൈക്ക് എങ്ങനെയാണോ അതുപോലെ. സോ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ്സിൽ നമുക്ക് കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി എൻ്റെ ലൈഫിലെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ആൻഡ് എന്തായാലും നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം അടുത്ത വ്ളോഗിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അൺഫിൽറ്റർഡ് ഫീഡ് ചെയ്യുക. സോ താങ്ക് യു.